എങ്ങോട്ടാ പോണേ? എങ്ങോട്ടാ പോണേ? എന്ത് ഫുഡാ? എന്ത് ഫുഡാ? റോസ്റ്റ്? ദോശ ഞാൻ ഉണ്ടാക്കി തരാലോ. ശരി. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇത് എൻ്റെ കെട്ടിയോന് ചെറുതായിട്ടൊരു മസാല ദോശയൊക്കെ തിന്നാനൊരു പൊതി വന്നപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരുള്ള ഇഷ കഫേ, ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയതാണ്. മെനു കാർഡൊക്കെ നോക്കണണ്ടത്തൊന്നും നമ്മൾ വേറെ എന്തോ വെറൈറ്റി ഓർഡർ ചെയ്യുന്നു, ഒന്നുമില്ല, മസാല ദോശ ഓർഡർ ചെയ്യാനാണ്. ഇവിടുത്തെ മസാല ദോശ ഇല്ലേ നല്ല ക്രിസ്പി ആയിരിക്കും. ഞാനൊരു ഗീ പൊടി തട്ടേ ഇഡ്ഡലിയാണ് പറഞ്ഞത്. ഈ തട്ടേ ഇഡ്ഡലി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇഡ്ഡലി അല്ല ദോശയല്ലാത്ത ഒരു ദൊഡ്ഡലിയുടെ ഒരു ഐറ്റമാണ്. പക്ഷേ നല്ല സാധനമാണ് കേട്ടോ. ഈ ഗീ പൊടി തട്ടേ ഇഡ്ഡലി എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ഡിഷാണ്. അപ്പോൾ ഞാൻ അതാണ് മേടിച്ചത്. അപ്പോൾ ബാംഗ്ലൂർ വന്ന് കഴിക്കുന്ന ഫുഡുകളിൽ ചില നമ്മുടെ ഫേവറേറ്റ്സ് ഉണ്ടാവുമല്ലോ, അതിൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റാണ് ഈ തട്ടേ ഇഡ്ഡലി എന്ന് പറയുന്നത്. ഇതിൽ കുറേ വെറൈറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു ഗോബി മഞ്ചൂരിയൻ ഡ്രൈ മേടിച്ച് കഴിച്ചു. അതും നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ 2 ജീവനുള്ളത് കൊണ്ട് അവർക്കും കൂടെ ഈ സാധനം പാർസൽ എടുത്തു. നമ്മൾ ചെയ്യരുതല്ലോ, അതുകൊണ്ട് ഞങ്ങളൊരു പാർസൽ എടുത്തു. നമ്മൾ ട്രൈ ചെയ്തില്ലേ, ഇതേമാതിരിയാണ് ട്രൈ ചെയ്തത്, പക്ഷെ വന്നത് വേറെ രീതിയായിരുന്നു. ഈ ഇടയ്ക്ക് ഞങ്ങളൊരു ഗോബി മഞ്ചൂരിയൻ ഡ്രൈ ഉണ്ടാക്കിയതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അന്നത് കൊളായി. അപ്പോൾ ഇതാണ് ഉദ്ദേശിച്ചതെന്നാണ് അങ്ങേര് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പോരുന്ന വഴിക്ക് ഇങ്ങനെ എക്സിബിഷൻ പോലത്തെ ഒരു ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിൻ്റെ എന്തോ ഒരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല നല്ല ക്രോക്കറീസും നല്ല വുഡൻ ഐറ്റംസും പിന്നെ നമ്മുടെ പൂരത്തുനിന്ന് കിട്ടുന്ന കണ്ണാടി, ചീപ്പ്, വള, മാല, പിന്നെ ഏതെടുത്താലും 10 രൂപ സ്റ്റോള്, അങ്ങനത്തെ ഒക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കി എന്തെങ്കിലും ഉണ്ടോ. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ബുക്ക് സ്റ്റോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കയറാമെന്നുള്ള ഉദ്ദേശത്തിൽ കയറിയതാണ്. പിന്നെ നമ്മൾ അവിടെ എല്ലാം ഒന്ന് കയറി കണ്ടു എന്ന് മാത്രം. എല്ലാം കാണുമ്പോൾ നമുക്ക് മേടിക്കണം എന്നിങ്ങനെ തോന്നും. പക്ഷേ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയാൽ പോരെ. പിന്നെ അവിടെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള മറ്റേ ഇതുണ്ടോ, ഇങ്ങനത്തെ ഈ ആനയുടെ പോലത്തെ സാധനങ്ങൾ, അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ബുക്ക് കയറി നോക്കി. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബുക്കൊന്നും വലിയ കാര്യമായിട്ട് കിട്ടില്ല. ഏതെടുത്താലും 99 റുപ്പീസായിരുന്നു. പക്ഷേ ഞങ്ങളൊന്നും എടുത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞങ്ങൾ ചുമ്മാ നോക്കി, ബുക്സ് ഞങ്ങൾ നോക്കി, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടതൊന്നും കിട്ടിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ബൈ.